കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ കൊമേഴ്സ് സ്ട്രീമിലേക്ക് അഡ്മിഷൻ നേടിയ +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുകയാണ്. 5 എപ്പിസോഡുകളിലായി ഈ ബ്രിഡ്ജ് കോഴ്സ് കൊമേഴ്സ് എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് പ്രാഥമിക അറിവുകൾ നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇൻസൈറ്റ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ 1ാം ഭാഗത്തേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൊമേഴ്സ് സ്ട്രീമിൽ അഡ്മിഷൻ നേടിയ കുട്ടികളെ സംബന്ധിച്ച് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങൾ പുതുമയാർന്ന വിഷയങ്ങളാണ്. സ്കൂൾ തലത്തിൽ ഈ വിഷയങ്ങൾ കുട്ടികൾ പഠിച്ചിട്ടില്ല എന്ന കാരണത്താൽ ഏറെ പുതുമകളുള്ള ഈ വിഷയങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇൻസൈറ്റ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 എപ്പിസോഡുകളിലൂടെ കൊമേഴ്സ് വിഷയത്തിൽ വേണ്ട പ്രാഥമിക അറിവുകൾ കുട്ടികളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 1ാമത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി എന്താണ് ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. ബിസിനസ് എന്നുള്ള വാക്ക് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. നിത്യജീവിതത്തിൽ ദിവസേന എന്നവണ്ണം ബിസിനസ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബിസിനസ്സിന് മലയാളത്തിലും ബിസിനസ് എന്ന് തന്നെയാണ് പരക്കെ സാധാരണക്കാർ പോലും ഉപയോഗിക്കുന്ന പദം. കാരണം അതിന് സമാനമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പദം നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. വാണിജ്യം, വ്യാപാരം, കച്ചവടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തുടർന്ന് നമ്മൾ കാണുമ്പോൾ അവയൊന്നും ബിസിനസ്സിന് സമാന പദങ്ങളല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ബിസിനസ് എന്നുള്ള ആ വാക്കിന് മലയാളത്തിലും ബിസിനസ് എന്ന് തന്നെ പ്രയോഗിക്കുന്നതാണ് ഏറെ ഉചിതം. കാരണം സാധാരണക്കാരന് പോലും ഏറെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് ബിസിനസ്. അതിനെ മലയാളിവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ഏറെ സങ്കീർണമായിട്ടുള്ളൊരു പദമായിരിക്കാം നമുക്ക് ലഭിക്കുക. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് കടമെടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ബസ് എന്നുള്ള വാക്ക്, ബസ് എന്നുള്ള പദം സാധാരണക്കാർക്ക് പോലും സുപരിചിതമാണ്. അതിനെ മലയാളിവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വാക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു എന്ന് നമുക്ക് തോന്നാം. ഉദാഹരണമായിട്ട് ബസ്സിനെ ചിലർ ചതുഷ്ചക്ര യാന്ത്രിക പൊതുജന സവാരി മാധ്യമം എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ അത്തരം മലയാളിവൽക്കരണം ആ വാക്കുകൾ നമുക്ക് ഏറെ സങ്കീർണമാക്കാനേ ഉപകരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ബിസിനസ്സിനും സമാനമായിട്ടുള്ള വാക്ക് മലയാളത്തിലും ബിസിനസ് എന്ന് തന്നെ പ്രയോഗിക്കുന്നതാണ് ഏറെ ഉചിതം. ആദ്യമായി എന്താണ് ബിസിനസ് നമുക്കൊന്ന് കണ്ടാലോ. ബിസിനസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ വാക്ക് ഉണ്ടായത് തന്നെ ബിസി എന്നുള്ള വാക്കിൽ നിന്നാണ്. ബിസി എന്നുള്ള വാക്ക് നമുക്കറിയാം, നമ്മളേറെ ബിസി ആയിട്ട് നടക്കാറുണ്ട്. ആ ബിസി എന്നുള്ള വാക്കിൽ നിന്നാണ് ബിസിനസ് എന്നുള്ള ആ ഒരു ടെർമിനോളജി പദം ഉണ്ടാകുന്നത്. ദ വേർഡ് ബിസിനസ് കംസ് ഫ്രം ദ വേർഡ് ബിസി. ദറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീങ് ബിസി. തിരക്ക് പിടിച്ചൊരവസ്ഥയാണ്. എന്തിനാണ് തിരക്കിടുന്നത്? നമ്മൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ആക്റ്റീവായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ ലാഭത്തിൽ ബിസിനസ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ആ ബിസിനസ്സാണ്. അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് നമ്മൾ നെട്ടോട്ടം ഓടുന്നത് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലാഭകരമായിട്ട് ബിസിനസ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഏറെ പ്രയത്നം അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ബിസി എന്നുള്ള വാക്കിൽ നിന്നാണ് ബിസിനസ് എന്നുള്ള പദം ഉണ്ടാകുന്നത്. ബിസിനസ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് മേക്കിംഗ് വൺസ് ലിവിങ് ഓർ മേക്കിംഗ് മണി ബൈ പ്രൊഡ്യൂസിങ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രോഡക്ട്സ് സച്ച് ആസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ മീനിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ഈസ് ദ ആക്ടിവിറ്റി
ഒരു പ്രവർത്തനമാണ് ഓഫ് മേക്കിംഗ് വൺസ് ലിവിങ്. ഒരാളുടെ ജീവിതമാർഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അയാളുടെ ജീവിത ഉപാധിയായിട്ട്, അല്ലെങ്കിൽ മേക്കിംഗ് മണി, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിത ഉപാധിയായിട്ട് ഒരാൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തിയാണ് ബൈ പ്രൊഡ്യൂസിങ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രോഡക്ട്സ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അല്ലെങ്കിൽ പ്രോഡക്ട്സ്. ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സാധനങ്ങളോ സേവനങ്ങളോ ആവാം. ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ സാധനങ്ങളാവാം അല്ലെങ്കിൽ സേവനങ്ങളാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുക, വിൽക്കുക, ബൈയിങ് ആൻഡ് സെല്ലിങ്, അല്ലെങ്കിൽ അവയുടെ ഉൽപ്പാദനം, പ്രൊഡ്യൂസിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. സോ ബിസിനസ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് മേക്കിംഗ് വൺസ് ലിവിങ് ഓർ മേക്കിംഗ് മണി. എങ്ങനെ? ബൈ പ്രൊഡ്യൂസിങ് ഓർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് പ്രോഡക്ട്സ്, ദറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരാളുടെ ജീവിത ഉപാധി എന്ന നിലയിൽ, അല്ലെങ്കിൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുകയോ അവ വിനിമയം ചെയ്യുക, ബൈയിങ് ഓർ സെല്ലിങ്, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സിനെ ഒന്ന് നിർവചിച്ചാലോ നമുക്ക്? ബിസിനസ് എന്നുള്ള പദത്തിൻ്റെ ഏറ്റവും ലളിതമായ നിർവചനമാണ്: ദ ടേം ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ആക്ടിവിറ്റി ഓർ എൻ്റർപ്രൈസ് എൻറ്റേർഡ് ഇൻ ടു ഫോർ പ്രോഫിറ്റ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിനെ ഒരു സ്ഥാപനമായിട്ട് നമുക്ക് കാണാം. അവിടെ ബിസിനസ്സിനെ ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് നമുക്ക് കാണാം, അല്ലേ? ഒരു കച്ചവട സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം. അപ്പോൾ ഒരു സ്ഥാപനമായിട്ടോ ഒരു പ്രവർത്തനമായിട്ടോ, ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ടോ നമുക്ക് ബിസിനസ്സിനെ കാണാം. എന്തിനു വേണ്ടി? സച്ച് ആക്ടിവിറ്റീസ് ആർ എൻറ്റേർഡ് ഇൻ ടു ഫോർ പ്രോഫിറ്റ്. അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള മോട്ടീവ്. അപ്പോൾ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബിസിനസ് പ്രവർത്തിക്കുന്നത്. എന്ന് കരുതി ബിസിനസ്സിന് നഷ്ടമുണ്ടാവില്ലെന്ന് അല്ല. ബിസിനസ്സിന് നഷ്ടമുണ്ട്. ആ റിസ്ക് ഉള്ളത് കൊണ്ടാണ് ബിസിനസ്സിന് മുഖമുദ്ര എന്ന് പറയുന്നത് റിസ്ക് ആണ്. ആ ബിസിനസ് ഏറ്റെടുക്കുന്നയാളെ സംബന്ധിച്ച് ലാഭം എന്നതുപോലെ നഷ്ടസാധ്യതയുമുണ്ട്. ആ നഷ്ടസാധ്യത എന്നുള്ള ആ റിസ്ക് ഏറ്റെടുക്കുന്ന ഒരു ബിസിനസ്സുകാരൻ, ആ റിസ്ക് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ആൾക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ ലാഭമോ നഷ്ടമോ ബിസിനസ്സിനുണ്ട്. എങ്കിലും ലാഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് എനി ആക്ടിവിറ്റി ഓർ എൻ്റർപ്രൈസ് ഇതിനൊരു പ്രവർത്തനമായിട്ടോ ഒരു സ്ഥാപനമായിട്ടോ കാണാം. സച്ച് ആക്ടിവിറ്റി ഈസ് എൻറ്റേർഡ് ഇൻ ടു ഫോർ പ്രോഫിറ്റ് ഓർ ദാറ്റ് എൻ്റർപ്രൈസ് ഈസ് റണ്ണിങ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ സ്ഥാപനം നമ്മൾ നടത്തുന്നത്, അല്ലെ ആ പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ ലാഭം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവൃത്തിയോ നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമോ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനമാവാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനമാവാം. അപ്പോൾ പൊതുവേ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അല്ലെ മനുഷ്യൻ ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവയെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, അല്ലെ മാനുഷിക പ്രവർത്തനങ്ങളെ, അല്ലെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് ഇക്കണോമിക് ആക്ടിവിറ്റീസും മറ്റത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസും. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി, വരുമാനമുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണെന്ത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ അധ്യാപകനായ ഞാൻ സ്കൂളിൽ പോയി ജോലി ചെയ്യുന്നത് എനിക്ക് ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആ സാലറി എന്നുള്ള ആ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അധ്യാപനം നടത്തുന്നത്. അപ്പോൾ അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. എന്നാൽ ഞാൻ സ്കൂളിൽ വിട്ട് വീട്ടിലെത്തിയതിന് ശേഷം
എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സംശയം ചോദിച്ചു വരുന്ന കുട്ടികൾക്ക് ഞാൻ വീട്ടിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമാണ്. അവയാണെന്ത് പറയുക, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുക. അത് സാമ്പത്തിക ഇതര പ്രവർത്തനമാണ്. അപ്പോൾ മനുഷ്യർ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ലൈക്ക് ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമുക്ക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും തരംതിരിക്കാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഞാൻ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വരുമാനമുണ്ടാക്കാൻ വേണ്ടി എൻ്റെ ജീവിത ഉപാധിയായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇക്കണോമിക് ആക്ടിവിറ്റി. എന്നാൽ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക ഇതര പ്രവർത്തനങ്ങളാണ്. സമൂഹത്തിലിറങ്ങി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവർ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അവരൊരു വരുമാനം അതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അപ്പോൾ അങ്ങനെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ സമൂഹത്തെ സേവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ ജോലി ചെയ്യുന്നു, കുക്കിംഗ് പോലെയുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അപ്പോൾ അത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ മാനുഷിക പ്രവർത്തനങ്ങളെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അപ്പോൾ ബിസിനസ് ഏതിൽ ഉൾപ്പെടുന്നു? നമുക്കറിയാം, തീർച്ചയായിട്ടും ഇക്കണോമിക് ആക്ടിവിറ്റീസിലാണ് ബിസിനസ് ഉൾപ്പെടുന്നത്. അപ്പോൾ ധനസമ്പാദനത്തിന് വേണ്ടി, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി, ഓർ ഫോർ ഏണിങ് ആൻ ഇൻകം ഫോർ ഹിസ് ലിവിങ്, ഒരാൾ തൻ്റെ ജീവിത ഉപാധിയായിട്ട് വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ആ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നതാണ് ബിസിനസ്. എന്നാൽ ബിസിനസ്സിന് പുറമെ മറ്റ് രണ്ട് ആക്ടിവിറ്റീസും സാധാരണ ഇക്കണോമിക് ആക്ടിവിറ്റിയായിട്ട് പരിഗണിക്കാറുണ്ട്. അതിലൊന്നാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്, മറ്റൊന്നാണ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അധ്യാപകനായിട്ട് ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എംപ്ലോയ്മെൻറ്റിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ബിസിനസ്സുകാരൻ അവിടെ ബിസിനസ് ആക്ടിവിറ്റിയിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ഡോക്ടർ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ടെങ്കിൽ അയാളൊരു പ്രൊഫഷനിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. സോ ബ്രോഡ്ലി സ്പീക്കിംഗ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഫസ്റ്റ്ലി profession, secondly employment, and thirdly business. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിദഗ്ധ തൊഴിലാണ്. ഒരു ഡോക്ടർ മെഡിക്കൽ പ്രൊഫഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിങ് പ്രൊഫഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ലോയർ, അഡ്വക്കേറ്റ്, ഒരു വക്കീൽ അവിടെ ലീഗൽ പ്രൊഫഷനിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വിദഗ്ധ തൊഴിലിൽ ഒരു ഫീസ് വാങ്ങിക്കൊണ്ട് തങ്ങളുടെ ക്ലയൻസിന്, കക്ഷികൾക്ക് സേവനം നൽകുന്നവരാണ് പ്രൊഫഷണൽസ്. എന്നാൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഉടമസ്ഥൻ്റെ കീഴിൽ വേതനം പറ്റിക്കൊണ്ട് അവിടെ തൊഴിൽ ചെയ്യുന്നതിനാണ്. അപ്പോൾ തൊഴിലും വിദഗ്ധ തൊഴിലും വ്യത്യസ്തമാണ്. തൊഴിലെന്ന് പറയുമ്പോൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു ശമ്പളത്തിന് വേണ്ടിയിട്ട്. എന്നാൽ പ്രൊഫഷൻ അങ്ങനെയല്ല. ഒരു നിശ്ചിത യോഗ്യതയുള്ളയാൾ ഒരു വിദഗ്ധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. അയാൾ കക്ഷികൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു വക്കീൽ തൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് കേസ് വാദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ തൻ്റെ രോഗികളെ നോക്കി ഫീസ് വാങ്ങുന്നത് പോലെ, അവിടെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫീസ് വാങ്ങിക്കൊണ്ട് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നവരാണ്, അവർക്ക് വേണ്ട സേവനം നൽകുന്നവരാണ്. എന്നാൽ ഒരു ഉടമസ്ഥൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയ്മെൻ്റായി മാറുന്നു. അത് ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ബിസിനസ്സും എന്താണ്? ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഈ 3 ഇക്കണോമിക് ആക്ടിവിറ്റീസ് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും.
ആദ്യത്തെ കോളത്തിൽ ബേസിസ് ആണ് നൽകിയിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാം? അപ്പോൾ ആദ്യമായിട്ട് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എങ്ങനെയാണ് ഓരോന്നും സ്ഥാപിക്കുന്നത്, അതിൻ്റെ മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എങ്ങനെയാണ്, സ്ഥാപനം എങ്ങനെ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം എങ്ങനെ ആരംഭിക്കുന്നു എന്നുള്ളത് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതിൻ്റെ രൂപീകരണം എങ്ങനെയാണ്? ഒരു ബിസിനസ് എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? അവിടെ ഒരു ഉടമസ്ഥൻ തീരുമാനമെടുക്കണം. എൻ്റർപ്രണേഴ്സ് ഡിസിഷൻ. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് ഉടമസ്ഥനാണ്, ആ സ്ഥാപനം തുടങ്ങുന്ന വ്യക്തിയാണ്. ആ എൻ്റർപ്രണറുടെ തീരുമാനവും ദെൻ ലീഗൽ ഫോർമാലിറ്റീസ്, ലൈസൻസ് പോലെയുള്ള കാര്യങ്ങൾ. ഏത് ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ നമുക്കറിയാം പഞ്ചായത്ത് പോലെയുള്ള ലോക്കൽ ബോഡീസിൽ നിന്നാണ് ലൈസൻസ് എടുക്കണം. അല്ലെ ചില വ്യവസായങ്ങൾക്ക് പ്രത്യേകമായിട്ട് ലൈസൻസ് എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്യണം. എന്നാൽ ഒരു പ്രൊഫഷനാണെങ്കിലോ ആ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണം. ദെൻ നിശ്ചിത യോഗ്യത നമുക്കുണ്ടാവണം, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അല്ലേ, ഒരു ഡോക്ടറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ MBBS പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ സംഘടനയുടെ മെമ്പർഷിപ്പ് വേണം. അപ്പോൾ ആ പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പും ആ നിശ്ചിത യോഗ്യതയുടെ സർട്ടിഫിക്കറ്റുമുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഒരു പ്രൊഫഷണൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ LLB പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ബാർ കൗൺസിൽ എന്ന് പറയുന്ന അവരുടെ ഔപചാരിക സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവണം. എന്നാൽ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലോ ഒരാളുടെ കീഴിൽ ജോലി എടുക്കണമെങ്കിൽ അയാൾ അപ്പോയിൻ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററും സർവീസ് എഗ്രിമെൻറ്റും, ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റിൽ ഒപ്പിടുമ്പോൾ, ആ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റിൽ ഒപ്പിടുമ്പോൾ ആ എഗ്രിമെൻറ്റും ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററുമാണ് അതിൻ്റെ അടിസ്ഥാനം ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ. ഇനിയും അവയുടെ ഈ പ്രവർത്തനങ്ങളുടെ നേച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നേച്ചർ ഓഫ് വർക്ക്. ബിസിനസ് ആണെങ്കിൽ എങ്ങനെയാണ്? പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പബ്ലിക്. സാധനങ്ങളും സേവനങ്ങളും പബ്ലിക്കിന് നൽകുന്ന പ്രവർത്തനമാണത്. പ്രൊഫഷണലുള്ളതോ റെൻഡറിങ് പേഴ്സണലൈസ്ഡ് ആൻഡ് എക്സ്പേർട്ട് സർവീസ്. വ്യക്തിഗതമായിട്ട് എക്സ്പേർട്ട് സർവീസ് പ്രദാനം ചെയ്യുന്നവരാണ് പ്രൊഫഷണൽ എൻഗേജ് ചെയ്യുന്നവർ. മൂന്നാമതായി എംപ്ലോയ്മെൻ്റ് ആകുമ്പോഴോ പെർഫോമിംഗ് സർവീസസ് ആസ് പെർ സർവീസ് കോൺട്രാക്ട് ഓർ റൂൾസ് ഓഫ് സർവീസ്. അപ്പോൾ ഓരോ ജീവനക്കാരനും അവിടെ സർവീസ് റൂൾസ് ഉണ്ട്. അവൻ ജോലി ചെയ്യേണ്ടതിൻ്റെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഓരോ തസ്തികയിലും എന്ത് ജോലിയാണോ അയാളുടെ നിയമന സമയത്ത് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് ആ പ്രവർത്തനങ്ങളാണ് അയാൾ ചെയ്യുന്നത്. ആ തസ്തികയുടെ നിർദ്ദേശിക്കപ്പെട്ടുള്ള ജോലിയാണ്. ദെൻ യോഗ്യതയെക്കുറിച്ച് നോക്കാം. മൂന്നാമതായിട്ട് ക്വാളിഫിക്കേഷൻ. യോഗ്യത എങ്ങനെയായിരിക്കണം? ബിസിനസ്സുകാർക്ക് എന്തെങ്കിലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടതുണ്ടോ? ഇല്ല. നിശ്ചിത യോഗ്യതയൊന്നും അവിടെ ആവശ്യമില്ല. പ്രൊഫഷണൽ ആണെങ്കിലോ നമുക്കറിയാം എക്സ്പെർട്ടൈസ് ആൻഡ് ട്രെയിനിങ് ഇൻ എ സ്പെസിഫൈഡ് ഫീൽഡ്. അവിടെ നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ MBBS പാസ്സാവണം. അല്ലാത്തവരെ വ്യാജ ഡോക്ടർ നമ്മൾ വിശേഷിപ്പിക്കുക അല്ലേ. അപ്പോൾ അവിടെ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. അതിൽ നിശ്ചിത യോഗ്യത ഉണ്ടാവണം, ട്രെയിനിങ് കിട്ടിയിരിക്കണം. അപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി എന്ന് പറയുന്ന ആ ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് മാത്രമേ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ട്രെയിനിങ്ങും ഉണ്ടാവണം ഒരു പ്രൊഫഷണൽ എൻഗേജ് ചെയ്യുമ്പോൾ. എന്നാൽ എംപ്ലോയ്മെൻ്റ് ആകുമ്പോഴോ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ എംപ്ലോയറാണ് തീരുമാനിക്കുന്നത് നമ്മുടെ യോഗ്യത എന്താണ്, എന്ത് യോഗ്യത വേണം എന്ന് എംപ്ലോയറാണ്, തൊഴിൽദാതാവാണ് തീരുമാനിക്കുക. ദെൻ അടുത്തായിട്ട് റിവാർഡ് അല്ലെങ്കിൽ റിട്ടേൺ എങ്ങനെയാണ്, എന്താണ് പ്രതിഫലം കിട്ടുക? ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എന്താണ്? പ്രോഫിറ്റാണ് പ്രതിഫലം. എന്നാൽ പ്രൊഫഷണൽ എൻഗേജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോ ആ പ്രൊഫഷൻ്റെ ഫീസ് ചാർജ് ചെയ്യും. ഡോക്ടർ ഫീസ് വാങ്ങും, വക്കീൽ ഫീസ് വാങ്ങും. ആ ഫീസാണ് അവരുടെ വരുമാന മാർഗം. എംപ്ലോയ്മെൻറ്റിലോ സാലറി അല്ലെങ്കിൽ വേജസ്, അവിടെ ശമ്പളം അല്ലെങ്കിൽ കൂലിയാണ് അവിടെ പ്രതിഫലം എന്ന് പറയുന്നത്. ദെൻ അടുത്തായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന മുടക്കം എങ്ങനെയാണെന്ന് നോക്കാം. ബിസിനസ്സിൻ്റെ നേച്ചറും വലിപ്പവും അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെ എത്ര വലിയ ബിസിനസ്സാണോ ചെറിയ ബിസിനസ്സാണോ എന്നനുസരിച്ചാണ് മൂലധന മുടക്കം തീരുമാനിക്കുന്നത്.
ആസ് പെർ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ബിസിനസ്. എന്നാൽ ഒരു പ്രൊഫഷണലാണെങ്കിലോ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മതി. ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഓഫീസ്, അതിൻ്റെ ചിലവുകളേ ഉള്ളൂ. അല്ല, ഓഫീസ് വേണ്ട, വീട്ടിൽ തന്നെ എന്താണ് അവർക്ക് വക്കീലിനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അതിന് ഒത്തിരി ചിലവുള്ള കാര്യമല്ല. ലിമിറ്റഡ് ക്യാപിറ്റൽ മതി. എംപ്ലോയ്മെൻറ്റിനോ ക്യാപിറ്റൽ ആവശ്യമില്ല. കാരണം നമ്മൾ അവിടെ സേവനം ചെയ്യുന്നു, അതിന് വേതനം വാങ്ങുന്നു. പ്രത്യേകമായിട്ട് മൂലധനം മുടക്കൊന്നും അവിടെ ഇല്ല. ദെൻ അടുത്തായിട്ട് റിസ്കിൻ്റെ കാര്യം. ബിസിനസ് ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ കണ്ടു നഷ്ടസാധ്യതയുണ്ട് അവിടെ. സോ പ്രോഫിറ്റ് ഈസ് അൺസർട്ടൈൻ ആൻഡ് ഇറഗുലർ. കൃത്യമായിട്ട് ലാഭം കിട്ടുമെന്ന് ഉറപ്പില്ല. അതുതന്നെയാണ് അതിൻ്റെ റിസ്ക്. അപ്പോൾ റിസ്ക് ഉണ്ട് അവിടെ. എന്നാൽ പ്രൊഫഷനിലോ സാധാരണ ഇതിൽ ഡോക്ടേഴ്സിനൊക്കെ ജോലിയെ സംബന്ധിച്ച് ചെറിയ റിസ്ക്കേ ഉള്ളൂ. ഒരു ബിസിനസ്സുകാരനെ പോലെയുള്ള റിസ്ക് ഇല്ല. സോ ഫീസ് ജനറൽ റെഗുലർ ആൻഡ് സർട്ടൈൻ. ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഫീസ് ലഭിക്കും. അപ്പോൾ അവിടെ ആ വരുമാനം എന്ന് പറയുന്നത് റെഗുലർ ആൻഡ് സർട്ടൈൻ ആണ്. അതുകൊണ്ട് ചെറിയ തോതിലുള്ള റിസ്ക്കേ ഉള്ളൂ. സാധാരണ ഇതിൽ എംപ്ലോയ്മെൻ്റ് ആകുമ്പോൾ എന്താണ്, കാര്യമായ റിസ്ക് ഒന്നുമില്ല. ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ശമ്പളം കിട്ടും. അപ്പോൾ റിസ്ക് കുറവാണ്. അപ്പോൾ ഫിക്സഡ് ആൻഡ് റെഗുലർ പേ ആണ്, ശമ്പളമാണ് കിട്ടുന്നത്. അതുകൊണ്ട് റിസ്ക് കുറവാണ്, തീരെ ഇല്ല എന്ന് പറയാം. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. അത് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റുമോ? ബിസിനസ് ആണെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കാം, അല്ലേ? പോസിബിൾ, ബട്ട് വിത്ത് സം ഫോർമാലിറ്റീസ്. നടപടിക്രമങ്ങളിലൂടെ അത് മറ്റൊരാൾക്ക് കൈമാറാം ബിസിനസ് ആണെങ്കിൽ. എന്നാൽ ഒരു പ്രൊഫഷൻ മറ്റൊരാൾക്ക് മാറാൻ പറ്റുമോ? ഒരു ഡോക്ടർക്ക് യോഗ്യതയൊന്നുമില്ലാത്തൊരു മകനിലേക്ക് തൻ്റെ യോഗ്യത കൈമാറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്, നോട്ട് പോസിബിൾ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അവിടെ സാധിക്കില്ല. എംപ്ലോയ്മെൻറ്റിലും അങ്ങനെയാണ്. അവിടെ പോസിബിൾ അല്ല ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റൊരാൾക്ക്. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ മോന് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അവിടെ ബിസിനസ് ആണെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ് കൈമാറാം. ഇനി കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടമുണ്ടോ? ബിസിനസ്സിന് അങ്ങനെ പ്രത്യേക പെരുമാറ്റച്ചട്ടമൊന്നുമില്ല. ഓരോ ബിസിനസ്സുകാരൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇത്ര ശതമാനം ലാഭം എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. അപ്പോൾ ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റച്ചട്ടമൊന്നും ബിസിനസ്സുകാർക്ക് നിശ്ചയിച്ചിട്ടില്ല. പ്രൊഫഷണലാണെങ്കിലോ കൃത്യമായിട്ട് പെരുമാറ്റച്ചട്ടമുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് അവരെങ്ങനെ പ്രവർത്തിക്കണമെന്ന് IMA നിശ്ചയിച്ചിട്ടുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. IMAയുടെ റൂൾസിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അവർ ഡോക്ടറായിട്ട് പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അവർ നമ്മളെ സസ്പെൻഡ് ചെയ്യും, ഡോക്ടറെ സസ്പെൻഡ് ചെയ്യും, തുടർന്ന് ഡോക്ടർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ കൃത്യമായിട്ട് ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് പാലിക്കണം. ദെൻ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലോ അവിടെ എംപ്ലോയറാണ് റൂൾസ് തീരുമാനിക്കുന്നത്, എത്ര മണിക്ക് ജോലിക്ക് ഹാജരാവണം. ആ കോഡ് ഓഫ് കോണ്ടക്റ്റ്, പ്രവർത്തന ചട്ടം അല്ലെങ്കിൽ ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് തീരുമാനിക്കുന്നത് തൊഴിൽ ദാതാവാണ്. അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും താരതമ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഉൽപ്പാദനമോ വിതരണമോ, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനമോ വിതരണവുമായിട്ടോ ബന്ധപ്പെട്ട ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ബിസിനസ്സിന് 2 ശാഖകളാണുള്ളത്. ദർ ആർ 2 മെയിൻ ബ്രാഞ്ചസ് ടു ബിസിനസ്. ഏതൊക്കെയാണ് ബിസിനസ്സിൻ്റെ ശാഖകൾ? നമുക്കറിയാം, ബിസിനസ് പ്രധാനമായിട്ട് 2 പ്രവർത്തനങ്ങളിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉൽപ്പാദനം, രണ്ടാമതായിട്ട് ഇവയുടെ വിതരണം. അപ്പോൾ ഉൽപ്പാദനവും വിതരണവും, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും വിതരണവുമാണ് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ദർ ആർ 2 ബ്രോഡ് ബ്രാഞ്ചസ് ടു ബിസിനസ്. ബിസിനസ്സിൻ്റെ ശാഖകൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് കൊമേഴ്സ്, രണ്ടാമതായിട്ട് ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെ കൊമേഴ്സ് എന്ന് പറയുന്നതാണ് വാണിജ്യം. കൊമേഴ്സിൻ്റെ മലയാളം വാക്കാണ് വാണിജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വാണിജ്യവും വ്യവസായവും, ഇൻഡസ്ട്രി, വ്യവസായം. അപ്പോൾ വാണിജ്യവും വ്യവസായവുമാണ് ബിസിനസ്സിൻ്റെ 2 ശാഖകൾ. ദർ ആർ 2 ബ്രാഞ്ചസ് ടു ബിസിനസ്. ദേ ആർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. വാണിജ്യവും വ്യവസായവുമാണ് ബിസിനസ്സിൻ്റെ 2 ശാഖകൾ.
അതിൽ നമുക്കറിയാം ഉൽപ്പാദനം നടത്തുന്നത് ഇൻഡസ്ട്രിയാണ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രിയുടെ ചുമതല. ആ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ വിതരണം, അതിൻ്റെ കൈമാറ്റമാണ്, അതിൻ്റെ എക്സ്ചേഞ്ചാണ്, അതിൻ്റെ വിതരണമാണ് ആരേറ്റെടുക്കുന്നത്? കൊമേഴ്സ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും അവയുടെ വിതരണവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ദർ ആർ ടു ബ്രാഞ്ചസ് ടു ബിസിനസ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. വാണിജ്യവും വ്യവസായവുമാണ് ബിസിനസ്സിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ശാഖകൾ. അപ്പോൾ നമുക്ക് നോക്കാം, ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾ, ഇൻഡസ്ട്രിയും കൊമേഴ്സും. അപ്പോൾ ഇൻഡസ്ട്രിയാണ് ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. സാധാരണ ഇതിൽ 3 തരം വ്യവസായ സ്ഥാപനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെ കാണാൻ സാധിക്കും: പ്രൈമറി, സെക്കൻഡറി ആൻഡ് തേർഡ്സറി. അപ്പോൾ അവിടെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ വ്യവസായ സ്ഥാപനങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ വ്യവസായങ്ങൾ 3 തരത്തിൽ: പ്രൈമറി ഇൻഡസ്ട്രീസ് ഉണ്ട്, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഉണ്ട്, തേർഡ്സറി ഇൻഡസ്ട്രീസ് ഉണ്ട്. പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ. അത് ചിലപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആവാം, ഖനനം പോലെയുള്ള മൈനുകൾ, പ്രകൃതിയിലുള്ളതിനെ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ വനത്തിലുള്ള മരം വെട്ടിയെടുക്കുക, ലംബറിങ്, അല്ലെങ്കിൽ പുഴയിലോ കടലിലുള്ള മീൻ പിടിച്ചെടുക്കുക, ഫിഷിംഗ്. ഇതൊക്കെ പ്രൈമറി ഇൻഡസ്ട്രിയാണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രികളാണവ. എന്നാൽ അവയെ തന്നെ നമുക്ക് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയാം. അപ്പോൾ അവിടെ മത്സ്യം വളർത്തി നമുക്കെന്താണ് പ്രൈമറി ഇൻഡസ്ട്രിയിൽ എൻഗേജ് ചെയ്യാം, അല്ലെങ്കിൽ ഫാമിംഗ്, കൃഷി ചെയ്യൽ, കൾട്ടിവേഷൻ എന്ന് പറയുന്ന അപ്പോൾ ജനറ്റിക് ഇൻഡസ്ട്രിയാണ്. അല്ലെ കന്നുകാലി വളർത്തൽ, റയറിങ് ഓഫ് ആനിമൽസ്, ആനിമൽ ഹസ്ബൻഡറി. അപ്പോൾ വളർത്തുമൃഗങ്ങളെ അതിലൂടെ നമ്മളെന്താണ് വ്യവസായം നടത്തുന്നു. അപ്പോൾ അതൊക്കെ പ്രൈമറിയാണ്, പ്രൈമറി ഇൻഡസ്ട്രീസാണ്. പ്രൈമറി ഇൻഡസ്ട്രീസ് അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആവാം, ഖനനം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ, പ്രകൃതിയിലുള്ളതിന് അതേപടി ചൂഷണം ചെയ്യുക. എന്നാൽ അതിനെ നമ്മളെന്താണ് വളർത്തി നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് ജനറ്റിക് ഇൻഡസ്ട്രിയായി. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സെക്കൻഡറി ഇൻഡസ്ട്രീസിൽ വരുന്നത് ഈ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ പ്രൈമറി ഇൻഡസ്ട്രീസിലുള്ള ഉൽപ്പന്നങ്ങളെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നു, അവയെ മാനുഫാക്ചർ ചെയ്തുകൊണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ ക്രൂഡ് ഓയിൽ, അസംസ്കൃത എണ്ണ ഖനനം ചെയ്യുന്നു, അത് പ്രൈമറി ഇൻഡസ്ട്രിയാണ്. അതിനെ പ്രോസസ്സ് ചെയ്തിട്ട്, ആ ക്രൂഡ് ഓയിലിനെ പ്രോസസ്സ് ചെയ്തിട്ട് പെട്രോളും ഡീസലും ആക്കി മാറ്റുന്ന പ്രവർത്തനം എന്താണ്? അപ്പോൾ അവിടെ ഓയിൽ റിഫൈനറി എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇരുമ്പ് അയിര് ഖനനം ചെയ്യുന്നു, അയൺ ഓർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, മൈൻ ചെയ്തെടുക്കുന്നു, അത് പ്രൈമറി ഇൻഡസ്ട്രിയാണ്. എന്നാൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ അവിടെ ഇരുമ്പ് കമ്പികൾ നിർമ്മിക്കുന്നു, വാർപ്പിന് ആവശ്യമുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് കമ്പികൾ, അയൺ ആൻഡ് സ്റ്റീൽ ഉൽപ്പാദനം, അത് സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രോസസ്സ് ചെയ്ത് ഉൽപ്പന്നങ്ങളാക്കുന്ന പ്രവർത്തനമാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. അപ്പോൾ സെക്കൻഡറി ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിലോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, നിർമ്മാണം, കെട്ടിടങ്ങളുടെ, പാലങ്ങളുടെ ഒക്കെ നിർമ്മാണമാവാം. തേർഡ്സറി സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവിടെ സേവന മേഖലയാണ്. സേവനങ്ങൾ പ്രദാനം ചെയ്യുക, സാധനങ്ങളല്ല, സേവനങ്ങൾ. അവയാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത്. എന്നാൽ കൊമേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു: ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. അപ്പോൾ കച്ചവടത്തിനെയാണ് വ്യാപാരം എന്ന് പറയുക. ട്രേഡ് എൻ്റെ മലയാളമാണ് കച്ചവടം അല്ലെങ്കിൽ വ്യാപാരം. കൊമേഴ്സിന് പറയുന്ന പേര് വാണിജ്യം എന്നാണ്. വാണിജ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, കൊമേഴ്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണെന്ത് കച്ചവടം അല്ലെങ്കിൽ അവിടെ വ്യാപാരം എന്ന് പറയുന്നത്, ട്രേഡ്.
അപ്പോൾ കൊമേഴ്സിനെ രണ്ടായിട്ട് തിരിക്കുന്നു, ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. കച്ചവടവും കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങളും. കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങൾ, കാരണം ബിസിനസ് നടത്തണമെങ്കിൽ ഒരുപാട് സഹായ ഘടകങ്ങൾ ആവശ്യമുണ്ട് അല്ലേ? ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സഹായ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അവയാണ് എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്, കൊമേഴ്സുകാർ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് അവിടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മേഖലയിലാണ്. കാരണം ബിസിനസ്സിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയും കൊമേഴ്സുമാണ്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ആരാണ്? കേന്ദ്ര മന്ത്രിസഭയിൽ. നമ്മൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, പീയൂഷ് ഗോയലാണ് ഇപ്പോഴേ ഉള്ള കേന്ദ്ര മന്ത്രി. ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് റെയിൽവേയുടെ ചുമതലയുണ്ട്, അതോടൊപ്പം തന്നെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ കേന്ദ്ര ഗവൺമെൻറ്റിൽ, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ ആരാണ്? പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന അദ്ദേഹമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ നമുക്കറിയാം ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഉണ്ട് പ്രത്യേകമായിട്ടും. ഗവൺമെൻറ്റിന് പ്രത്യേകം ഒരു ഡയറക്ടറേറ്റ്, ഒരു പ്രത്യേക വകുപ്പ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. അതിൻ്റെ ചുമതല ആർക്കാണ്? ഏത് മന്ത്രിക്കാണ്? ശ്രീ ഇ.പി. ജയരാജൻ ഈസ് ദ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ്. അതോടൊപ്പം തന്നെ സ്പോർട്സിൻ്റെയും യൂത്ത് അഫേഴ്സിൻ്റെയും കൂടെ ചുമതല അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ് ശ്രീ ഇ.പി. ജയരാജൻ. ദെൻ അപ്പോൾ കൊമേഴ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ കച്ചവടം മാത്രമല്ല, അല്ലെങ്കിൽ വ്യാപാരം മാത്രമല്ല, വ്യാപാര അനുബന്ധ, കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങളോട് ചേരുന്നതാണ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബിസിനസ് ഡീലിംഗ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. എക്സ്ചേഞ്ച് മീൻസ് പർച്ചേസ് ഓർ സെയിൽ, വാങ്ങലോ വിൽപ്പനയോ, അതാണ് എക്സ്ചേഞ്ച്, കൈമാറ്റം. സോ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബിസിനസ് ഡീലിംഗ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അപ്പോൾ ഇൻഡസ്ട്രി ഉൽപ്പാദിപ്പിക്കുന്നു, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് കൊമേഴ്സാണ്. സോ കൊമേഴ്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബിസിനസ് ഡീലിംഗ് വിത്ത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു നിർവചനം അതിനെക്കുറിച്ച്, എന്താണ് കൊമേഴ്സ് എന്നതിനെക്കുറിച്ച് ഒരു നിർവചനം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തെ സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ലഭിക്കാൻ വേണ്ടി അതിന് നിർവചനങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താണ് കൊമേഴ്സ്? അതിൻ്റെ വ്യക്തമായൊരു നിർവചനം. കൊമേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ പ്രോസസ്സസ്. സം ടോട്ടൽ ഓഫ്, ആകത്തുകയാണ് എന്തിൻ്റെ? ഓൾ പ്രോസസ്സസ്, എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകത്തുകയാണ്. എന്തിനു വേണ്ടി? വിച്ച് ആർ നെസസറി ഫോർ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ്, തടസ്സങ്ങൾ നീക്കം ചെയ്യുക. റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ്, ഹഡിൽസ്, തടസ്സങ്ങൾ, അതാണ് ഹിൻഡ്രൻസസ് അല്ലേ? സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ പല തടസ്സങ്ങളുണ്ട്. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി അത് ആവശ്യമുള്ള വ്യക്തിയെ നേരിട്ട് അറിയുന്നില്ല, അല്ലെങ്കിൽ ദൂരത്തിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. ഉൽപ്പാദനം നടക്കുന്ന ഒരിടത്ത് ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ, അത് ഉപയോഗിക്കുന്നവർ വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഇവ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഹഡിൽസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ സാധനങ്ങളുടെ വിതരണത്തിലുണ്ട്. സാധനങ്ങളോ സേവനങ്ങളോ അവിടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അവയെ നീക്കം ചെയ്യുക, അതിനുള്ള പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് സം ടോട്ടൽ ഓഫ് ഓൾ ദ പ്രോസസ്സസ് വിച്ച് ആർ നെസസറി ഫോർ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് വിച്ച് മേക്ക് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പോസിബിൾ. ഈ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കൈമാറ്റം എളുപ്പമാക്കുക. which makes the exchange of goods or services possible. So, commerce may be defined as the sum total of all the processes which are necessary for the removal of hindrances which make the exchange of goods or services possible. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം സുഗമമാക്കിക്കൊണ്ട് അവയുടെ കൈമാറ്റത്തിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. വാണിജ്യം എന്ന് പറയുന്നത് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിലുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്.
സിംപ്ലി പറഞ്ഞാൽ കൊമേഴ്സ് ഈക്വൽ ടു ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്. അപ്പോൾ വാണിജ്യം എന്ന് പറയുന്നത് വ്യാപാരവും വ്യാപാര സഹായ ഘടകങ്ങളും ഉൾച്ചേരുന്നതാണ്. വ്യാപാര സഹായ ഘടകങ്ങൾ അല്ലെങ്കിൽ കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങൾ, അതാണ് എയ്ഡ് ടു ട്രേഡ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഓക്സിലറീസ് ടു ട്രേഡ്, അതാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ട്രേഡും എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡും കൂടെ ചേരുന്നതാണ് കൊമേഴ്സ്. ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ കൊമേഴ്സ് ഈക്വൽ ടു ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ്, അല്ലെങ്കിൽ സർവീസ് സെക്ടർ, അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. കച്ചവടവും കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾച്ചേരുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്തൊക്കെയാണ് തടസ്സങ്ങൾ? സാധനങ്ങൾ ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് എത്തിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ തടസ്സങ്ങൾ? ആ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് കൊമേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഹിൻഡ്രൻസസ്? ഒന്നാമതായിട്ട് ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ, വ്യക്തിപരമായിട്ടുള്ള തടസ്സം. കാരണം പ്രൊഡ്യൂസർ നേരിട്ട് കൺസ്യൂമറെ അറിയുന്നില്ല. അപ്പോൾ കച്ചവടക്കാരായിട്ടുള്ള ഇടനിലക്കാർ വഴിയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്, ആ തടസ്സം നീക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാണ് ആ ട്രേഡ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലൂടെയാണ് അവിടെ ഈ ഹിൻഡ്രൻസ് നീക്കുന്നത്. കാരണം അവിടെ ഇടനിലക്കാരായിട്ട് കച്ചവടക്കാർ നിന്നുകൊണ്ട് ആരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? പ്രൊഡ്യൂസറെയും കൺസ്യൂമറെയും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ആ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എന്ന് പറയുന്ന ആ തടസ്സം നീക്കുന്നത് ആരാണ്? അതായത് ട്രേഡറാണ്, അല്ലെങ്കിൽ ട്രേഡിലൂടെയാണ് അത് മാറ്റുന്നത്. ദെൻ സെക്കൻഡ്ലി ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, സ്ഥലപരമായിട്ടുള്ള തടസ്സം. ഉൽപ്പാദനം ദൂരെയെങ്ങോ, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ പല സ്ഥലത്ത്. അപ്പോൾ സ്ഥലപരമായൊരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട്. അതെങ്ങനെ റിമൂവ് ചെയ്യാം? ത്രൂ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലൂടെ, അതായത് വാർത്താവിനിമയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യാം. ആൻഡ് തേർഡിൽ ഹിൻഡ്രൻസ് ഓഫ് ടൈം, സമയപരമായ തടസ്സം. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുന്നില്ല, പിന്നെ എപ്പോഴുമാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഹിൻഡ്രൻസ് ഓഫ് ടൈം, സമയപരമായ തടസ്സം. ഉൽപ്പാദനവും കൺസംഷനും തമ്മിലുള്ള ആ സമയപരമായ തടസ്സമുണ്ട്. അപ്പോൾ അത് എങ്ങനെ നീക്കം ചെയ്യാം? വെയർഹൗസിങ്ങിലൂടെ, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പാണ്ഡികശാലകൾ അല്ലെങ്കിൽ ഗോഡൗണുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച്, ഗോഡൗണുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാണ്ഡികശാലകൾ എന്ന് പറയും, അല്ലെങ്കിൽ വെയർഹൗസ് എന്ന് പറയും അവയെ, ഗോഡൗണുകളെ. ആ ഗോഡൗണുകളിൽ സാധനങ്ങൾ സൂക്ഷിക്കാം. അതിലൂടെ ഹിൻഡ്രൻസ് ഓഫ് ടൈം ഓവർകം ചെയ്യാം. അടുത്തായിട്ട് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. കാരണം മൂലധന മുടക്ക്, പൈസ മുടക്കുണ്ട്. ആ പൈസ എങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പണമില്ലെങ്കിൽ ബാങ്കുകളുടെ സഹായത്താൽ നമുക്ക് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ഓവർകം ചെയ്യാം. ഫിനാൻസ് ഈസ് റിഗാർഡ് ആസ് ദ ലൈബിലിറ്റി ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ജീവരക്തമായിട്ട്, അല്ലെങ്കിൽ നെർവ് സെൻറ്റർ, നാഡീ കേന്ദ്രമായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? ഫിനാൻസിനെ കാണുന്നത്, പണത്തെ കാണുന്നത്. കാരണം പണമില്ലാതെ ഒരു കാര്യവും ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ബാങ്കിങ്ങിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അടുത്ത ഹിൻഡ്രൻസ് ഓഫ് നോളജ്. ഉണ്ട്. അറിവുപരമായ തടസ്സം. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നില്ല ഉൽപ്പന്നങ്ങളെക്കുറിച്ച്. അതിനെന്ത് ചെയ്താലും മതി? പരസ്യങ്ങളുടെ സഹായത്തോടുകൂടി ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഒന്നുണ്ട്, ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നൊരു ഹിൻഡ്രൻസ് ഉണ്ട്. ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് അതെങ്ങനെ റിമൂവ് ചെയ്യാം? ഇൻഷുറൻസിലൂടെ. ആ റിസ്ക് നമുക്കെന്താണ്? സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു തീപിടുത്തത്തിലൂടെ, അല്ലെങ്കിൽ മോഷണത്തിലൂടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇൻഷുർ ചെയ്താൽ നഷ്ടപരിഹാരം കിട്ടും. അപ്പോൾ ഇൻഷുറൻസിലൂടെ എന്താണ്? ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ 6 പ്രധാനപ്പെട്ട ഹിൻഡ്രൻസുകളെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇവയെ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കൊമേഴ്സിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കൊമേഴ്സ് എന്ന് പറയുന്നത് ട്രേഡും എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡും കൂടി ചേരുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത്. സോ ട്രേഡ് ഇൻവോൾവ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ സാധനങ്ങളെ വാങ്ങലും വിൽപ്പനയും മാത്രമാണ് ട്രേഡിൽ, അല്ലെങ്കിൽ വ്യാപാരം അല്ലെങ്കിൽ കച്ചവടത്തിൽ നടക്കുന്നത്. അപ്പോൾ കൊമേഴ്സിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ പാർട്ടാണ് കൊമേഴ്സ്, അതിൻ്റെ ഒരു പാർട്ടാണ് ട്രേഡ്. കൊമേഴ്സിൽ ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും വരുന്നുണ്ട്, സേവന മേഖലയും വരുന്നുണ്ട്. സാധനങ്ങളുടെ കൈമാറ്റം മാത്രമല്ല.
സേവനങ്ങളുടെ മേഖല വരുന്നുണ്ട്. സോ ട്രേഡ് സിംപ്ലി മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങൽ വിൽപ്പന മാത്രമാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിറ്റ്വീൻ പാർട്ടീസ്. അപ്പോൾ വ്യക്തികൾ തമ്മിൽ, പാർട്ടീസ് തമ്മിൽ അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് കൈമാറുക, എക്സ്ചേഞ്ച് ചെയ്യലാണ് അവിടെ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ട്രേഡാണ് ഉള്ളത്? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ട്രേഡ്. കച്ചവടം നമുക്ക് പല ടൈപ്പുള്ള, അതായത് പല രീതിയിലുള്ള കച്ചവടം നമുക്ക് കാണാൻ സാധിക്കും. ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രേഡിനെ ഹോം ട്രേഡ് എന്നും ഫോറിൻ ട്രേഡ് എന്നും രണ്ടായിട്ട് തിരിച്ചു. ആഭ്യന്തര വ്യാപാരവും വിദേശ വ്യാപാരവും. രാജ്യത്തിനുള്ളിൽ നടക്കുന്നതാണെന്ത്? ആഭ്യന്തര വ്യാപാരം, ഹോം ട്രേഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയും. ഫോറിൻ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നതോ രാജ്യത്തിന് വെളിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാളും വിദേശത്തുള്ള ഒരാളും തമ്മിൽ കച്ചവട ഇടപാട് നടത്തുകയാണെങ്കിൽ അതെന്താണ്? ഫോറിൻ ട്രേഡാണ്. അപ്പോൾ വ്യത്യസ്ത രാജ്യത്തുള്ള ആൾക്കാർ തമ്മിലുള്ള കച്ചവട ഇടപാടാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയും. വീണ്ടും ഹോം ട്രേഡിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന നോക്കുക. ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. നമുക്കെല്ലാവർക്കും അറിയാം, ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വിൽക്കാറുണ്ട്. റീറ്റെയിൽ ട്രേഡറാണെന്ത്? നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അത് ആഭ്യന്തര വ്യാപാരം ഹോൾസെയിൽ ആവാം, റീറ്റെയിൽ ആവാം. അപ്പോൾ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ മൊത്ത കച്ചവടമാണ്. ബൾക്കായിട്ട് സാധനങ്ങൾ അത് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് വാങ്ങി റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസറും റീറ്റെയിലറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ആര്? ഹോൾസെയിൽ ട്രേഡേഴ്സ്. ഈ ഹോൾസെയിൽ ട്രേഡേഴ്സ് റീറ്റെയിലേഴ്സിന് സാധനങ്ങൾ നൽകുന്നു, റീറ്റെയിലേഴ്സാണ് കൺസ്യൂമേഴ്സിന് അത് നൽകുന്നത്. അപ്പോൾ റീറ്റെയിലർ ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ എ ഹോൾസെയിലർ ആൻഡ് കസ്റ്റമർ. ഹോൾസെയിലറെയും കസ്റ്റമറെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആര്? റീറ്റെയിലർ. അപ്പോൾ ചില്ലറ കച്ചവടമാണ് റീറ്റെയിൽ ട്രേഡ്. അപ്പം ഹോം ട്രേഡിൽ മൊത്ത കച്ചവടവുമുണ്ട്, ചില്ലറ കച്ചവടവുമുണ്ട്. എന്നാൽ ഫോറിൻ ട്രേഡ് 3 തരത്തിലുണ്ട്. ഇമ്പോർട്ട് ട്രേഡ്, ഇറക്കുമതി. എക്സ്പോർട്ട് ട്രേഡ്, കയറ്റുമതി. ഇനി മൂന്നാമത്താണ് എൻട്രി പോർട്ട് ട്രേഡ്. കയറ്റുമതി ആവശ്യത്തിന് വേണ്ടി ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയുക? എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിലേക്ക്, എന്തിനു വേണ്ടി? മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യൻ വ്യാപാരി ചൈനയിൽ നിന്നും ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങി, മൊബൈൽ പോലുള്ള ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് വാങ്ങിയിട്ട് അത് ശ്രീലങ്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ അതെന്തായി? എൻട്രി പോർട്ട് ട്രേഡാണ്. മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതിന് ശേഷം ഇനിയും വേറൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുക, അതാണ് എൻട്രി പോർട്ട് ട്രേഡ്. അപ്പോൾ ഇറക്കുമതി, കയറ്റുമതി, എൻട്രി പോർട്ട് വ്യാപാരം എന്നിങ്ങനെ 3 തരത്തിലുള്ള ഫോറിൻ ട്രേഡ് ഉണ്ട്. ഇതാണ് ട്രേഡിനെ കുറിച്ച് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ അബൌട്ട് എയ്ഡ്സ് ടു ട്രേഡ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്. കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ ട്രേഡ് മാത്രമല്ല, എയ്ഡ്സ് ടു ട്രേഡും കൂടെ ചേരുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് എയ്ഡ്സ് ടു ട്രേഡ്, അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്, അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്നാണ് അവ പൊതുവെ അറിയപ്പെടുക. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അതെന്ത് പറയും? തേർഡ്സ്റ്ററി ഇൻഡസ്ട്രിയാണ്. അത് തേർഡ്സ്റ്ററി ഇൻഡസ്ട്രിയാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓക്സിലറീസ് ടു ട്രേഡ്? വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അഡ്വർടൈസിങ് ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ. അതിൽ വെയർഹൗസിംഗ് ആണ് ഏത് ഹിൻഡ്രൻസിനെ റിമൂവ് ചെയ്യുന്നത്? ഹിൻഡ്രൻസ് ഓഫ് ടൈം. അപ്പോൾ പ്ലേസ് യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്നു വെയർഹൗസിംഗ്. എന്നാൽ ട്രാൻസ്പോർട്ടേഷനോ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും. ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും അവിടെ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് റിമൂവ് ചെയ്യുന്നതാണ്. ദെൻ ഇൻഷുറൻസോ മറ്റൊരു സേവന മേഖലയാണ്, ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു സേവന മേഖലയാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് ഏത് ഹിൻഡ്രൻസാണ് റിമൂവ് ചെയ്യുന്നത്? ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്നു. നഷ്ടമുണ്ടായാൽ സംരക്ഷണം. പ്രൊട്ടക്ഷൻ യൂട്ടിലിറ്റിയാണ് ഇൻഷുറൻസ് പ്രദാനം ചെയ്യുന്നത്. ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് റിമൂവ് ചെയ്യുന്നു. ബാങ്കിങ്, ബാങ്കുകളുടെ സഹായമില്ലാതെ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ ബാങ്കിങ് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, സേവന മേഖലയാണ്. ആൻഡ് ഓൾസോ അഡ്വർടൈസിങ്, ഹിൻഡ്രൻസ് ഓഫ് നോളജ് ആണ് ഓവർകം ചെയ്യുന്നത് അതിലൂടെ.
ഹിൻഡ്രൻസ് ഓഫ് നോളജ് പരിഹരിക്കുന്നു, ഓവർകം ചെയ്യാൻ വേണ്ടി അഡ്വർടൈസിങ് സഹായിക്കുന്നു. അല്ലെങ്കിൽ അതിലൂടെ എന്ത് കിട്ടുന്നു? ഇൻഫർമേഷൻ യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്നു അഡ്വർടൈസിങ്. ഇൻഫർമേഷൻ യൂട്ടിലിറ്റിയാണ് അഡ്വർടൈസിങ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വിവിധ സർവീസ് സെക്ടറിൽ വരുന്ന എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്, അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ്, കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ കച്ചവടവും കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങളും ചേരുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ബിസിനസ് ആണ് ബ്രോഡ് ഏരിയ. ആ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് കൊമേഴ്സ് അഥവാ വാണിജ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ട്രേഡ് അല്ലെങ്കിൽ വാണിജ്യം, വ്യാപാരം അല്ലെങ്കിൽ കച്ചവടം ഉൾപ്പെടുന്നത്. ബിസിനസ്, വാണിജ്യം, വ്യാപാരം അഥവാ കച്ചവടം, ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ഹൈറാർക്കി കാണുന്നത്. സോ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ബിസിനസ് എന്നുള്ള അർത്ഥതലം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.